നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മാളയിൽ ആവേശം അലതല്ലി. വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദ പ്രചാരണത്തിന് ആഘോഷങ്ങളോടെ കൊടുങ്ങല്ലൂരിൽ കൊട്ടിക്കലാശത്തിന് സമാപനം. ചാലക്കുടിയിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ്, ട്രങ്ക് റോഡ് വടക്കുഭാഗത്തും തെക്കുഭാഗത്തുമായി കൊട്ടിക്കലാശം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുരക്ഷയ്ക്ക് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മാളയിൽ ആവേശം അലതല്ലി. ബാൻഡുമേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ മാറ്റി. ആവേശം അണപൊട്ടി. മാളയിൽ കൊട്ടിക്കലാശത്തിന് കൊടിയിറങ്ങി. പതിവിലും വ്യത്യസ്തമായി 12:30 മാള ടൗണിൽ ഇടതു വലതു മുന്നണികളുടെ പ്രചരണ വാഹനങ്ങൾ ഇടം പിടിച്ചു. ഗതാഗത തടസ്സം നേരിട്ടതോടെ പോലീസ് ഇരുദിശകളിലേക്ക് വാഹനങ്ങൾ മാറ്റിയിടാൻ നേതാക്കളോട് നിർദ്ദേശിച്ചു. പിന്നീട് പ്രവർത്തകർ കൊടികളും വാദ്യഘോഷങ്ങളുമായി ടൗണിനെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കുകയായിരുന്നു. വൈകിയെത്തിയ BJP പ്രവർത്തകർക്ക് കുറച്ച് മാറിയാണ് സ്ഥലം ലഭിച്ചത്. BJPയുടെ കൊടിയും 2020യുടെ ബാനറും സ്ഥാനാർത്ഥിയുടെ പ്ലേക്കാർഡും ഏന്തിയായിരുന്നു NDAയുടെ കലാശക്കൊട്ട്. വയനാട് ഫണ്ട് തട്ടിപ്പുകാർക്ക് വോട്ടില്ല എന്ന ബാനർ LDF പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയപ്പോൾ മറുപടി എന്നോണം നീല ടർപ്പായ ഉയർത്തി UDFും പ്രതീകാത്മകമായി തിരിച്ചടിച്ചു. അതിനിടെ സ്ഥാനാർത്ഥികളും അണികൾക്ക് ആവേശം പകർന്ന് സ്ഥലത്തെത്തി. കൃത്യം 6 മണിക്ക് തന്നെ മാളയിലെ കൊട്ടിക്കലാശപൂരത്തിന് കൊടിയിറങ്ങി. മീഡിയ ടൈം, മാള. വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചാരണത്തിന് ആഘോഷങ്ങളോടെ കൊടുങ്ങല്ലൂരിൽ കൊട്ടിക്കലാശത്തിന് സമാപനം. നൃത്തം ചെയ്തും ജയവിളിച്ചും കൊടികൾ വീശിയുമെല്ലാം അവസാന നിമിഷം വരെ പ്രവർത്തകർ ആർത്തുവിളിച്ചു. താളമേളങ്ങളും പാട്ടും ആട്ടവും എല്ലാം ചേർന്ന് കൊട്ടിക്കലാശം നാടിന് ആഘോഷമായി. ചെറുപൂരം പോലെ വാർഡുകളിലെ മുക്കിലും മൂലയിലും അനൗൺസ്മെന്റ് വാഹനങ്ങൾ. കലാപ്രകടനവുമായി വിവിധ പാർട്ടികളും കളം പിടിച്ചതോടെ ദിവസങ്ങൾ നീണ്ട ആവേശത്തിനൊടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. UDFന്റെയും LDFന്റെയും NDAയുടെയും റോഡ് ഷോകൾക്കാണ് ഇന്ന് ഓരോ വാർഡുകളും സാക്ഷ്യം വഹിച്ചത്. പ്രധാന കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ വടക്കേനടയിലും തെക്കേനടയിലും ലോകമലേശ്വരം വില്ലേജ് ജംഗ്ഷനിലുമായിരുന്നു മുന്നണികളുടെ ആവേശത്തോടെയുള്ള കൊട്ടിക്കലാശം. ബുധനാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. സംഘർഷം ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയതിനു പുറമെ കലാശക്കൊട്ട് കേന്ദ്രങ്ങളിലും
തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ടായിരുന്നു. കനത്ത പോലീസ് കാവലിലായിരുന്നു കൊടുങ്ങല്ലൂരിൽ കൊട്ടിക്കലാശം നടന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ മുന്നണികൾ വീറും വാശിയോടെ കൊട്ടിക്കലാശിച്ചു. റെയിൽവേ സ്റ്റേഷൻ റോഡ്, ട്രങ്ക് റോഡ്, വടക്കുഭാഗത്തും തെക്കുഭാഗത്തുമായി മുന്നണികൾ നിലയുറപ്പിച്ചു. ഇമ്പമാർന്ന പാരഡി ഗാനങ്ങളും അനൗൺസ്മെന്റുകളും കാതടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. പ്രവർത്തകർ ആവേശം കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് കൊടികൾ വീശി ഹരം കൊള്ളിച്ചു. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശം അലതല്ലി. നഗരകേന്ദ്രങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മുദ്രാവാക്യങ്ങളാലും സമ്പന്നമായി. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശം ഇക്കുറി അത്യന്തം ആകർഷകമായി. ദിവസങ്ങൾ നീണ്ടുനിന്ന പോർവിളികൾക്കൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കൊട്ടിക്കലാശം ആവേശമായി മാറി. ചാലക്കുടിയിൽ വർണ്ണബലൂണുകൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു കൊട്ടിക്കലാശം. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചരണത്തിൽ സജീവമായി. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു. വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിട്ടതിനാൽ യാത്രക്കാർക്കും സൗകര്യമായി. മീഡിയ ടൈം, ചാലക്കുടി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുരക്ഷയ്ക്ക് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 3 UDF സ്വതന്ത്രരുടെ പോലീസ് സംരക്ഷണ ആവശ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം അവസാനിച്ചു. പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചു. അവസാന മണിക്കൂറിലെ പ്രചാരണം കൊഴുപ്പിക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അതിരാവിലെ മുതൽ സജീവമായിരുന്നു. ഡീൽ വിവാദങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയും UDF പ്രധാന ആയുധമാക്കുമ്പോൾ കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസം വൈകുന്നത് ആയുധമാക്കുകയാണ് LDF. ഇരു മുന്നണികൾക്കും എതിരെ കേന്ദ്ര സർക്കാരിന്റെ വികസനം ഉയർത്തിയാണ് NDA പ്രതിരോധം തീർക്കുന്നത്. നാളെ നിശബ്ദ പ്രചാരണമാണ്. നിശബ്ദ പ്രചാരണ സമയത്തെ ഉത്തരവ് ലംഘിക്കുന്നവർക്കു നേരെ കർശന നടപടി സ്വീകരിക്കും. വോട്ടിംഗ് യന്ത്രം അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ 8 മുതൽ നിയോജക മണ്ഡലം തല കേന്ദ്രങ്ങളിൽ നടക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടിങ്ങിനെത്തുന്ന വോട്ടർമാർക്ക് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ സുരക്ഷിതമായി വയ്ക്കാൻ മൊബൈൽ ഡെപ്പോസിറ്റ് സൗകര്യവും ബൂത്തുകളിൽ ഒരുക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കടലായി അന്നിക്കര റോഡിന് സമീപത്തെ തോട്ടിൽ മാലിന്യം തള്ളിയതായി ആക്ഷേപം. കോഴി വേസ്റ്റാണ് തള്ളിയിരിക്കുന്നത്. ഇതിന്റെ ദുർഗന്ധം മൂലം റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാർഡ് മെമ്പർ മിനി ഗോപി, ബൂത്ത് പ്രസിഡന്റ് അലിമോൻ, നിഷാദ് കടലായി, വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കബീർ കാരുമാത്ര എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മാലിന്യം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും ഇത് നിക്ഷേപിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിപ്പോ ഇത്ര പേരുത്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ കച്ചവടക്കാരെല്ലാം കച്ചവടക്കാരൊക്കെ പിടിക്കണം, അവരെ ചെക്ക് ചെയ്യണം, നോക്കണം. ഈ വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. വൈകുന്നേരം വണ്ടി തന്നെ വന്നിട്ടുണ്ടല്ലോ. അവര് ഡ്രമ്മും വെച്ചിട്ടുണ്ട്. ആ ഡ്രം അവര് നിറഞ്ഞത് കൊണ്ടോ കാലിയോടെ ഇറക്കി പൈസ കൊടുക്കേണ്ട കാരണമായിരിക്കും അല്ലേ? പൈസ ഉണ്ടോ? പൈസ അതാണ് ഇങ്ങനെ കൊണ്ട് തല്ലിയ, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലായിടത്തും ആളിയും പറഞ്ഞാൽ എടത്തിരുത്തി അയ്യൻപടിയിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുട്ടമംഗലം അയ്യൻപടി സ്വദേശി കാവും കീഴിൽ വീട്ടിൽ അംബികയുടെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം.
തൊട്ടടുത്ത പറമ്പിലെ തെങ്ങാണ് ഒടിഞ്ഞു വീണത്. സംഭവ സമയത്ത് വീട്ടുകാർ അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ലിഫ്റ്റ് ചോദിച്ച് കയറിയ ബൈക്കിൽ ലോറിയിടിച്ചുണ്ടായ അപകടത്തിൽ 23-കാരിക്ക് ദാരുണാന്ത്യം. എറണാകുളം പുറയാർ മടത്തിപ്പറമ്പിൽ ഹരിപ്രസാദിന്റെ മകൾ നന്ദനയാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന അത്താണി സ്വദേശി അശ്വിൻ ആന്റണിയെ പരിക്കലോടെ ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10:30 ആലുവയ്ക്ക് സമീപം അമ്പാട്ടുകാവിനും മുട്ടത്തിനുമിടയിൽ ടിപ് ടോപ്പ് ഫർണിച്ചർ ഷോപ്പിന് മുൻവശത്തായിരുന്നു അപകടം നടന്നത്. റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറി അലക്ഷ്യമായി വലത്തേക്ക് വെട്ടിച്ച് മുന്നോട്ടെടുത്തപ്പോൾ പിന്നിൽ നിന്ന് വന്ന അശ്വിനും നന്ദനയും സഞ്ചരിച്ച ബൈക്കിൽ തട്ടി. തൊട്ടു പിന്നാലെ വന്ന കാർ ബൈക്കിലിടിക്കുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിയുകയുമായിരുന്നു. റോഡിൽ തലയിടിച്ചാണ് നന്ദന വീണത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മാളയിൽ ആവേശം അലതല്ലി. വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദ പ്രചാരണത്തിന് ആഘോഷങ്ങളോടെ കൊടുങ്ങല്ലൂരിൽ കൊട്ടിക്കലാശത്തിന് സമാപനം. ചാലക്കുടിയിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ്, ട്രങ്ക് റോഡ് വടക്കുഭാഗത്തും തെക്കുഭാഗത്തുമായി കൊട്ടിക്കലാശം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുരക്ഷയ്ക്ക് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.